നോക്കൂ, ഇന്ന് പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ച ദേശീയപാത തലപ്പാടി ചെങ്ങള റീച്ചിന്റെയും നവീകരിച്ച വെങ്ങളം രാമനാട്ടുകര റീച്ചിന്റെയും വിവരങ്ങൾ നമുക്കൊന്ന് വിശദമായി നോക്കാം. ആദ്യത്തേത് തലപ്പാടി ചെങ്ങള റീച്ചാണ്. ഇതിന് സംസ്ഥാന സർക്കാർ അതായത് ഇതിനാകെ ചെലവിട്ടിരിക്കുന്നത് 2650 കോടി രൂപയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ റീച്ചിനായിട്ട് 39 കിലോമീറ്റർ നീളമാണ് ഈ റീച്ചിനുള്ളത്. അതായത് തലപ്പാടി ചെങ്ങള റീച്ച്, ദേശീയപാതയുടെ റീച്ച് എന്ന് പറയുന്നത് 39 കിലോമീറ്റർ നീളത്തിലാണ്. കർണാടക കേരള അതിർത്തികളെ ബന്ധിപ്പിക്കുന്ന ഒരു റീച്ചാണിത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലൂടെയാണ് ഇത് എത്തിച്ചേരുന്നത് എന്നുകൂടി നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല 2026 ദേശീയപാത അതോറിറ്റിയുടെ കലണ്ടറിൽ തന്നെ മികച്ച 12 റോഡുകളിൽ ഒന്നാണ് ഈ ദേശീയപാതയുടെ തലപ്പാടി ചെങ്ങള റീച്ച് എന്നതുകൂടിയുണ്ട്. ഏറ്റവും നീളം കൂടിയ 6 വരി പാലവും ഈ റീച്ചിലാണ് ഉള്ളത് എന്നത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അപ്പോൾ ഇത്രയധികം തുക ചെലവിട്ടുകൊണ്ട് തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ വലിയ രീതിയിൽ വിവാദത്തിലേക്ക് എത്തിയതും. ഇന്നിപ്പോൾ MLA തന്നെ ആ റോഡ് തുറന്നു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 2650 കോടി രൂപ ചെലവിട്ടുകൊണ്ടാണ് തലപ്പാടി ചെങ്ങള റീച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്, നിർമ്മാണം പൂർത്തിയാക്കിയത് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തേത് നമുക്കറിയാവുന്നതുപോലെ വെങ്ങളം രാമനാട്ടുകര റീച്ചാണ്. അതിന് ചെലവാക്കിയത് 2140 കോടി രൂപയാണ്. യാത്രാ സമയം 20 മിനിറ്റായി കുറയുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഗതാഗത കുരുക്കിൽ നിന്ന് വലിയ ആശ്വാസം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു റീച്ചാണ് വെങ്ങളം രാമനാട്ടുകര റീച്ച് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. വലിയ ആവശ്യം തന്നെയായിരുന്നു ഇത്. മാത്രമല്ല ആ റോഡിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും മികച്ച രീതിയിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ 2 റീച്ചുകളുടെയും ഉദ്ഘാടനം ആണ് ഇന്നിപ്പോൾ വലിയ വിവാദത്തിലേക്ക് എത്തിയതും.